നമ്മുടെ ടോപ്ലിറ്റ്സ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്തത്. അത് സിമ്പിളായിട്ടുള്ളൊരു മാട്രിക്സ് ട്രവേഴ്സലായിരുന്നു. മാട്രിക്സ് ട്രവേഴ്സൽ നന്നായിട്ട് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് പ്രോബ്ലം ആണെങ്കിലും മാട്രിക്സ് എന്ന് പറയുന്നത് തന്നെ ഗ്രാഫിൻ്റെ തുടക്കമാണ്. പിന്നെ വേറെ ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലൊക്കെ മാട്രിക്സിൽ എങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സൽ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അത് വെച്ചാൽ ടോപ്ലിറ്റ്സ് മെട്രിക്സ് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രാവേഴ്സൽ നമുക്ക് മനസ്സിൽ വരും. ഇത് കണ്ട നിങ്ങൾക്ക് എന്താണ് മാട്രിക്സ് ട്രവേഴ്സൽ കുറച്ചും കൂടി നന്നായി മനസ്സിലാവുന്നു. ടോപ്ലിറ്റ്സ് മെട്രിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് വേഗം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐസോമോർഫിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ടോപ്ലിറ്റ്സ് മെട്രിക്സ് നോക്കാം. ഓക്കെ, ടോപ്ലിറ്റ്സ് മെട്രിക്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നമ്മുടെ ഒബ്സിഡിയനിൽ മറ്റേ പ്രീവിയസ് ആയിട്ടുള്ള ഐസോമോർഫിക് സ്ട്രിങ്സിന്റെ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇനി എന്താ ടോപ്ലിറ്റ്സ് മെട്രിക്സിൽ നമുക്ക് എന്താണ് ഗിവൺ ആൻ എം ക്രോസ് എൻ മെട്രിക്സ് റിട്ടേൺ ട്രൂ ഇഫ് ദ മെട്രിക്സ് ഇസ് ടോപ്ലിറ്റ്സ്, അതർവൈസ് റിട്ടേൺ ഫോൾസ്. എ മെട്രിക്സ് ഇസ് ടോപ്ലിറ്റ്സ് ഇഫ് എവറി ഡയഗണൽ ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ് ഹാസ് ദ സെയിം എലമെന്റ്സ്. ഓക്കെ, every diagonal from top left to bottom right has the same elements. Okay, ഇപ്പോൾ 1 2 3 4 5 1 2 3 9 5 1 2 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കേണ്ടത് നോക്കാം. ഈ വാല്യൂസ് സെയിം ആവണമെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ പൊസിഷനിലുള്ളത് സെയിം ആവണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ പൊസിഷനിലുള്ള സെയിം ആവണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ പൊസിഷനിലുള്ള സെയിം ആവണം, അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ പൊസിഷൻ സെയിം ആവണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ പൊസിഷൻ സെയിം ആവണം, ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ പൊസിഷനിൽ സെയിം ആവണം അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് എഴുതേണ്ട വശം ഇങ്ങനെയാണ്. ഇനി ദ above grid the diagonals are 9 5 5 1 1 1 3 3 4 in each diagonal all elements are the same, so the answer is true. ഓക്കെ, പക്ഷെ എന്താണ് ഇവിടെ വരെ നമുക്ക് എത്താനുള്ള കുറച്ച് പാടാണ്. നമുക്ക് ഇതും ഇതും നോക്കിയാൽ മതി, ഇതും ഇതും നോക്കിയാൽ മതി, അതേപോലെ ഇതും ഇതും നോക്കിയാൽ മതി. തൊട്ടുള്ളത് അടുത്താണ് മാത്രമുള്ളത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് അതേപോലെയാണ് 1 2 വന്നു. പക്ഷേ ഇത് കുഴപ്പമില്ലല്ലോ. ഇത് നോക്കി നോക്കട്ടെ, 1 2 2 2 1 2 ഹാസ് ഡിഫറെന്റ് എലമെന്റ്സ്. ഓ സോറി, ഈ നമ്മുടെ ഈ ഡയഗണലിൽ ഉള്ളത് സെയിം അല്ലല്ലോ, ഡിഫറെന്റ് അല്ലേ? 1ഉം 2ഉം സെയിം ഡിഫറെന്റ് അല്ലേ? സോറി. അപ്പോൾ അതാണ് നമ്മുടെ ടോപ്ലിറ്റ്സ് മെട്രിക്സിന്റെ. ഞാൻ ചെയ്ത് നോക്കട്ടെ. ഇത് സിമ്പിൾ ആവും തോന്നുന്നുണ്ട്, ഇത് വേഗം കഴിയേണ്ടതാണ്. ഞാൻ എന്നിട്ട് നമുക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടോപ്ലിറ്റ്സ് മെട്രിക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളൊരു മെട്രിക്സ് എടുത്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 സിമ്പിൾ ആയിട്ടുള്ള തരങ്ങൾ എന്താ എക്സാമ്പിളാണ് തരുന്നത്. 1 2 3 3 1 2 4 3 1. അപ്പോൾ ഇത് രണ്ടും എടുക്കാം. ഇതെടുക്കുമ്പോൾ നമുക്കറിയാം എന്താ നമ്മുടെ ഡയഗണലില് സെയിം അല്ല, ഡയഗണലില് സെയിം അല്ല, ഡയഗണലില് സെയിം അല്ല. അപ്പോൾ എന്നിട്ടും ടോപ്ലിറ്റ്സ് മെട്രിക്സ് അല്ല, ഫോൾസ് ആണ്. ഇതേപോലെ ഇവിടെ ഡയഗണലില് സെയിം ആണ്, ഇവിടെ ഡയഗണലില് സെയിം ആണ്, ഇവിടെ ഡയഗണലില് സെയിം ആണ്. അപ്പോൾ എന്നിട്ടും ട്രൂ ആണ്, ടോപ്ലിറ്റ്സ് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ പലതരത്തിലും വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് എന്താ ട്രൂ ആണ്, കാരണം ഇതിന് ഡയഗണലേ ഇല്ല. അപ്പോൾ നമുക്ക് കരുതുക ടോപ്ലിറ്റ്സ് മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സാധനം ഒന്ന് വിചാരിക്കുക, 1 2 3 3 2 3 1 2 3 1 2 ഇത്ര ഉള്ളൂ വിചാരിക്കുക. അപ്പോൾ ഇതെന്താണ്? ഇതും ടോപ്ലിറ്റ്സ് മെട്രിക്സ് ആണ്, ഇതും ട്രൂ ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ടോപ്ലിറ്റ്സ് മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ടോപ്ലിറ്റ്സ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തായാലും ട്രാവേഴ്സ് ഇപ്പോൾ മെട്രിക്സിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്ന പുതിയൊരു കൺസെപ്റ്റാണ്. മെട്രിക്സിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇൻഡെക്സ് IJ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ മെട്രിക്സിലൂടെ ട്രാവേഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അധികം എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് എന്താണ് മെട്രിക്സിലൂടെ ട്രാവേഴ്സിൽ അത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ 2 ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. നെസ്റ്റഡ് ഫോർ ലൂപ്സ് എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ,
അതാണ് കൂടുതൽ അധികം എല്ലാ ക്വസ്റ്റിനും നമുക്ക് മെട്രിക്സ് ട്രാവേഴ്സിൽ നമുക്ക് 2 ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ടി വരും. 4i-യും j-യും ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. കാരണം മെട്രിക്സ് ആൻഡ് ട്രാവേഴ്സിങ് വേറെ വഴിയില്ല. നമുക്ക് എന്തായാലും ഇത് കൂടെ മൂവ് ചെയ്ത് തരാം. അല്ലെങ്കിൽ വല്ല ഡൈനാമിക് പ്രോഗ്രാമിങ്ങിന്റെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് അപ്പോഴും i+1 j+1 അപ്പോഴും നമ്മൾ എന്താണ് മെട്രിക്സിലൂടെ ij ഇട്ട് തന്നെ പോകേണ്ടി വരും. കാരണം മെട്രിക്സിന്റെ മെയിൻ ആയിട്ടുള്ള മെട്രിക്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെട്രിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വേഗം ഓർമ്മ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അതാണ്. കാരണം എന്താ വെച്ചാൽ i-യും j-യും വെച്ചിട്ടാണ് അധികം എല്ലാ ഫോർലൂപ്പും റൺ ചെയ്യുക. നമുക്ക് ഇതൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ആകെ എന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് എന്തായാലും ഇവിടെ വരെ എത്തേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ഇതും ആദ്യം ശരിയാണോ നോക്കണം അല്ലെ. ഇവിടെ ചെയ്ത പോലെ ഇതും സെയിം ആണോ, ഇതും സെയിം ആണോ നോക്കണം. അതേപോലെ അടുത്ത റോയിലേക്ക് വരുമ്പോൾ ഇതും സെയിം ആണോ നോക്കണം, ഇതും സെയിം ആണോ നോക്കണം. ഇതും ഇപ്പുറത്തൊന്നുമില്ല, അപ്പൊ നമുക്ക് അത് ഒഴിവായി പോകും. ഇവിടെ നമുക്ക് ഇപ്പുറത്തൊന്നുമില്ല, അപ്പൊ അത് ഒഴിവായി പോകും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കൺസ്ട്രെയിൻ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് നമുക്ക് 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതും ഇപ്പുറത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല. -1 ഒന്നുമില്ല. അപ്പൊ നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വെച്ചാൽ നമ്മുടെ ഫോർ ലൂപ്പ് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ 1, m എന്ന് പറയുന്നത് എന്തായിരുന്നു ലെങ്ത് ഓഫ് മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റോ ആണ്. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ഒരു നെക്സ്റ്റ് ഫോർ ലൂപ്പ് കൂടെ റൺ ചെയ്യിക്കാൻ പറഞ്ഞു 1, n. എന്ന് പറയുന്നത് ഈ n എന്ന് പറയുന്നത് എന്താവും ലെങ്ത് ഓഫ് മെട്രിക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ കോളംസിന്റെ ലെങ്ത്. മെട്രിക്സ് ഓഫ് 0 എന്ന് പറയുന്നത് കോളംസിന്റെ ലെങ്ത് ആവും. ഇത് രണ്ടും റണ്ണിങ് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ചെയ്യേണ്ട ആവശ്യം എന്ത് ഇതും ഇതിന്റെ പിന്നത്തെ വാല്യൂ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇത് 0, 0, 0, 1, 0, 2 ഇതാണ് ഇതിന്റെ പൊസിഷൻസ് ആണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 1, 0, 1, 1, 1, 2, 2, 0, 2, 1, 2, 2 ആണ് അല്ലെ. അപ്പൊ ഇതും എങ്ങനെ എത്തിക്കാൻ പറ്റുക നോക്കുക. ഇതും എങ്ങനെ എത്തിക്കാൻ പറ്റുക നോക്കുക അല്ലെ. പിന്നെ നമുക്ക് ഇതും പിന്നെ അതേപോലെ ഇതുമാണ് അല്ലെ. അപ്പൊ ഇതിന്ന് നമ്മൾ ഇതിലേക്ക് എത്തിക്കണം എന്താ വിചാരിക്കുക. അപ്പൊ ഇതിന്ന് ഇതിലേക്ക് എങ്ങനെ എത്തിക്കും. അപ്പോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് മെട്രിക്സ് അല്ലേ. അപ്പൊ മെട്രിക്സ് ഓഫ് ഇത് i-j ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് i-യും ഇത് j-യും ആണെന്നുണ്ടെങ്കിൽ ഇതെന്താവും i-1 j-1. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് i-1 നമുക്ക് ഇത് നോട്ട് ഈക്വൽ ടു ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഫോൾസ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് പുറത്തേക്ക് ഫോൾസ് ഇടാൻ പറ്റില്ല. ട്രൂ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് വെറുതെ റിട്ടേൺ ട്രൂ എന്ന് എഴുതിക്കേണ്ട ആവശ്യം. ഓക്കെ അല്ലേ. ഇത്ര സിമ്പിൾ ആണ്. ഇത് ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക. i-j, i-1j നമുക്ക് 1, 1, 0, 1, 1, 0, 1, 1, 0, 2, 1, 1, 2, 1, 1, 1, 1, 0 അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടും. സുഖമായിട്ട് ഇതൊരു ടോപ്ലിസ് മെട്രിക്സ് ആണോ അല്ലെങ്കിൽ ഈ ടോപ്ലിസ് മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ വാല്യൂ കിട്ടണ്ടായില്ല. ഞാൻ സെയിം ഇതേ സാധനം ഞാൻ ഇതേപോലെ എഴുതി വെച്ചിട്ട് എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സിന്റെ ഔട്ട് ഓഫ് റേഞ്ച് പോകാന്ന് കാണിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് മാനിപ്പുലേഷൻ അവിടെ ഇവിടെയും ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്ന് പോയി ChatGPT അടുത്തൊന്ന് പോയി നോക്കുകയും ചെയ്തു. നോക്കുമ്പോൾ ChatGPT സെയിം ആൻസർ ആണ്. സെയിം ആൻസർ അവർ വേറെ എന്തൊക്കെയോ എഴുതിച്ചിട്ടുണ്ട്. സെയിം ആൻസർ ആണ്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്ത അതേ സാധനം അവിടെ എഴുതിച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ അതേപോലെ തന്നെ. അപ്പോൾ രണ്ടും ഒരേ ആൻസേഴ്സ്. എന്നിട്ടും എന്താണ് ഇവിടെ റേഞ്ച് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്നായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി ഇവിടെ വന്നിട്ട് m-1 n-1 കിട്ടും ഒന്ന് റൺ ചെയ്യിച്ചു. പിന്നെ m എന്നിട്ട് വീണ്ടും റൺ ചെയ്യിച്ചു. അങ്ങനെ റൺ ചെയ്യിച്ചപ്പോഴാണ് പിന്നെ കറക്റ്റ് ആയിട്ട് വന്നു. എന്താണോ എനിക്കറിയില്ല. എന്തായാലും ലീഡ് കോഡ് എപ്പോഴും അങ്ങനെ അല്ലാന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഞാൻ പറഞ്ഞത് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സെയിം ഞാനിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് ടോപ്ലിസ് മെട്രിക്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ഒരു റോ ഉള്ളത് നോക്കുക, കോളം എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് 1ൽ ഫസ്റ്റ് നമ്മുടെ ഇൻഡെക്സ് 1ൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അധികം നമുക്ക് എന്താണ് പൊസിഷൻ വൈസ് ആണ് ചെയ്യേണ്ടി വരിക എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 0, 0, 0, 1 എന്ന് പറഞ്ഞാൽ എഴുതിക്കുക എന്താണ് നല്ലത്. എക്സാമ്പിൾ സ്വയം എടുക്കുക. എന്നിട്ട് എന്താണ് i-j എന്നുള്ള പൊസിഷന് നോട്ട് ഈക്വൽ ടു i-1 j-1 എന്നിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഫോൾസ് ആണെന്ന് കിട്ടും. ഇതൊരു ടോപ്ലിസ് മെട്രിക്സ് അല്ല എന്ന് കിട്ടും. കാരണം അത് ഡയഗണൽ പൊസിഷനിൽ നമ്മുടെ വാല്യൂസ് സെയിം അല്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് മാത്രം. ഓക്കെ. അല്ലെങ്കിൽ ഇതെല്ലാം ഏത് സമയത്തും ഒരു കുഴപ്പമില്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ട്രൂ കൊടുക്കാം. ഓക്കെ. കണ്ടതിൽ താങ്ക് യു.